ഇത് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിലെ പ്രശ്നമാണിത്. അതായത് സ്വകാര്യവൽക്കരണം എന്താണെന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപം എന്താണെന്നും ഒന്ന് മനസ്സിലാക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം വേണം ഈ പത്രക്കാരെ കണ്ട് സംസാരിക്കാനായിട്ട്. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ വിമർശിച്ചാലും കഴിഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രി 5 വർഷമായിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ട്. ഇനി സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുകയാണ് വേണ്ടത്. കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട് ആ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മിഡ് വെസ്റ്റിനെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം എങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് വെസ്റ്റ് വരുന്നത് ഒരിക്കലും ഇവിടെ ഒരു സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതായത് KMML സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അവരുടെ ഒരു ടെക്നോളജി പാർട്ട്ണർ മാത്രമാണ് മിഡ് വെസ്റ്റ് എന്ന് പറയുന്നത്. നമസ്കാരം. കരിമണൽ ഖനനത്തിൽ സ്വകാര്യവൽക്കരണമില്ല എന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ മറുപടിയായിട്ട് പറയുമ്പോഴും അങ്ങനെ ഒരു വാക്കേ ഉപയോഗിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും വിഷയം അവിടെ അവസാനിക്കുന്നില്ല. ഒരു 60-40 റൂള് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഈ കാര്യത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതേ വിഷയം തന്നെ കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ഇന്ന് ഒരു പോസ്റ്റായിട്ട് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജും അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റിൽ പറയുന്ന ഒരു കാര്യം ഞാൻ പറയാം. തീരദേശ മേഖലയിലെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട സ്വകാര്യവൽക്കരണ വിഷയത്തിൽ കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന വസ്തുതകൾക്ക് വിരുദ്ധമാണ്. ഒപ്പം പറയുന്ന ഒരു കാര്യം, തെലങ്കാന ആസ്ഥാനമായുള്ള മിഡ് വെസ്റ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയും കേരള മിനറൽ ആൻഡ് മെറ്റൽ ലിമിറ്റഡ് അതായത് KMML തമ്മിൽ ധാരണ എത്തിയതായി കമ്പനിയുടെ ഭാഗത്തു നിന്ന് സെബിക്ക് സമർപ്പിച്ച മെമ്മോറാണ്ടത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇതിന് തെളിവുണ്ട്. ഈ പറയുന്ന KMML എന്ന് പറയുന്നത് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്പനിയാണ്. അപ്പോൾ ഈ വിഷയത്തിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന കാര്യത്തിൽ തെളിവ് സഹിതം കയ്യിലുണ്ടെന്ന് ഷോൺ ജോർജ് പറയുന്നു. ഇനി എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാരിൻ്റെ യഥാർത്ഥ പങ്ക് ഇതിൽ എന്താണ്, ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അതായത് ഇതിനകത്ത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് വെസ്റ്റും KMML തമ്മിലുള്ള കരാർ എന്തിനു വേണ്ടിയിട്ടാണോ? തീരദേശ ഖനനത്തിന് വേണ്ടിയിട്ടാണല്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു JCB നമ്മുടെ വീട്ടിലേക്ക്, എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാം, ഒരു JCB നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, വാടകയ്ക്ക് കൊണ്ടുവരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത്? അത് അവിടുന്ന് മണ്ണ് വാരാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ പാറ മാന്തി കളയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് കരുതിയിട്ട് ആ സ്ഥലം ഈ പറഞ്ഞ JCBക്ക് സ്വന്തമാവുമോ? അങ്ങനെ ആ JCBയുടെ ഡ്രൈവർക്കും സ്വന്തമാവുമോ? ഇല്ലല്ലോ. ഇത് നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി പറഞ്ഞതിലെ പ്രശ്നമാണിത്. അതായത് സ്വകാര്യവൽക്കരണം എന്താണെന്നും അതോടൊപ്പം തന്നെ സ്വകാര്യ നിക്ഷേപം എന്താണെന്നും ഒന്ന് മനസ്സിലാക്കിയെടുക്കണം ആദ്യം. അതിനുശേഷം വേണം ഈ പത്രക്കാരെ കണ്ട് സംസാരിക്കാനായിട്ട്. നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും തമ്മിലുള്ള വ്യത്യാസം ഈ CPM പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അത് കൃത്യമായി മനസ്സിലാക്കാത്തൊരു പ്രശ്നമാണ്. സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും ഒരു പൊതുമേഖലാ സ്ഥാപനം സ്വകാര്യ വ്യക്തികൾക്ക് നൽകുന്നതിനെയാണ് സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഇന്ത്യ നമ്മൾ സ്വകാര്യവൽക്കരിച്ചു, പൂർണ്ണമായിട്ട് നമ്മൾ ടാറ്റയ്ക്ക് കൊടുത്തു. ഇപ്പോൾ ഒരു യുദ്ധം നടക്കുകയാണെന്ന് വിചാരിക്കുക, ഏതെങ്കിലും ഒരു രാജ്യത്ത് യുദ്ധം നടക്കുകയാണ്. അപ്പോൾ അവിടെ പെട്ടുകിടക്കുന്ന ഇന്ത്യക്കാരെല്ലാം നമുക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെന്ന് കരുതുക. അപ്പോൾ അങ്ങനെ കൊണ്ടുവരണമെന്ന് കരുതുന്ന അവസ്ഥയിൽ അത് സാധിക്കുമോ? ഇല്ല, ഒരു കാരണവശാലും സാധ്യമാവില്ല. അതിന് കാരണം എന്താണ്? കാരണം ഒരു സ്വകാര്യ കമ്പനിയെ സംബന്ധിച്ചിട്ട് അതിൽ ഒരുപാട് ആളുകളുടെ നിക്ഷേപമുണ്ട്. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിമാനത്തിൻ്റെ സുരക്ഷ നോക്കണം, ഈ ലാൻഡ് ചെയ്യുന്ന എയർപോർട്ട് അറ്റാക്ക് ചെയ്യപ്പെടുമോ എന്ന് പരിശോധിക്കണം. ഇങ്ങനെ ഒരു 100 കൂട്ടം കാര്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ ഈ എയർ ഇന്ത്യ ഇപ്പോൾ സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നത് മൂലം അവർക്ക് സർവീസ് നടത്താൻ വേണ്ടി സാധിക്കത്തുള്ളൂ. മറിച്ച് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കൈവശമാണെങ്കിലോ ഏത് ഫ്ലൈറ്റ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇറങ്ങി ആളുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിക്കാം, സിവിൽ ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കാം എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ സ്വകാര്യ നിക്ഷേപം എന്താണെന്നും സ്വകാര്യവൽക്കരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. അതല്ലെങ്കിൽ നിങ്ങളെ വീണ്ടും ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യും. അതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ വിമർശിച്ചാലും കഴിഞ്ഞ വ്യവസായ വകുപ്പ് മന്ത്രി 5 വർഷമായിട്ട് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റിയിട്ടുണ്ട്. ഇനി സ്വകാര്യ നിക്ഷേപകരെ ആകർഷിക്കുകയാണ് വേണ്ടത്. സ്വകാര്യ നിക്ഷേപം ഒരിക്കലും സ്വകാര്യവൽക്കരണമാകുന്നില്ല. അത് മനസ്സിലാക്കണം. മുഖ്യമന്ത്രി നിയമസഭയ്ക്കകത്ത് പറഞ്ഞത് അത് മുഖ്യമന്ത്രിക്ക് പറ്റിയിട്ടുള്ള ഒരു നാക്കുപിഴയാണ്. ഇവിടെ നമ്മൾ പരിശോധിക്കേണ്ട വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ്
അതായത് കരിമണലിൽ നിന്ന് വേർതിരിച്ചെടുക്കാൻ പറ്റുന്ന അനവധി കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചാൽ ഈ വീഡിയോയുടെ ലെങ്ത് ഭയങ്കരമായിട്ട് കൂടിപ്പോകും. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് അത് കൃത്യമായിട്ട് എന്താണ് സമുദ്ര സമ്പത്തെന്നും ആ സമുദ്ര സമ്പത്തിൽ നിന്ന് എന്തൊക്കെ കിട്ടും എന്നുള്ളതിനെക്കുറിച്ചും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ ഈ വീഡിയോയ്ക്കിടയിൽ ആദ്യമായിട്ട് കമൻറ്റും ചെയ്യാം. താല്പര്യമുള്ള ആളുകളൊക്കെ അത് കയറി കാണുമ്പോഴത്തേക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും. ഏകദേശം 27 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഇതിനകത്ത് ഇപ്പോൾ KMML നിയന്ത്രണം ആർക്കുമേലാണ്? സംസ്ഥാന സർക്കാരിന്റെ മേളിലാണ്. KMML അനധികൃതമായിട്ട് ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലം കൂടുതൽ മണൽ അവിടെ നിന്ന് വാരുന്ന ഒരു അവസ്ഥയുണ്ടായി, അല്ലെങ്കിൽ കൂടുതൽ എന്തെങ്കിലും ഖനനം നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് കരുതുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആർക്ക് തടയാൻ സാധിക്കും? സംസ്ഥാന സർക്കാരിന് തടയാൻ വേണ്ടി സാധിക്കും. ഇവിടെ ഈ മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ റോൾ എന്താണ്? മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ റോള് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഷോൺ ജോർജ് തന്നെ പുറത്തു വിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്. ഇന്റിമേഷൻ അണ്ടർ റെഗുലേഷൻ 30 ഓഫ് സെബി 2015 ആക്ട് പ്രകാരമാണ് പറയുന്നത്. സെലക്ടഡ് ആസ് എ ലീഡ് കൺസ്ട്രക്ഷൻ പാർട്ട്ണർ ബൈ കേരള മിനറൽ ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഫോർ സ്ട്രാറ്റജിക് റയർ എർത്ത് എലമെന്റ്സ് പൈലറ്റ് പ്രോജക്ട്സ്. അത് ഈ ഖനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പൈലറ്റ് പ്രൊജക്റ്റിൻ്റെ, ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്നു. ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു കോൺട്രാക്റ്റ് നമ്മളിപ്പോൾ ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് സ്വകാര്യവൽക്കരണമാകുമോ? അല്ല, സഹായം തേടുന്നില്ല. അവരുടെ ടെക്നോളജി, അവരുടെ കാര്യങ്ങളുടെ സഹായമാണ് നമ്മൾ നേടുന്നത്. അപ്പോൾ കേരളത്തിലെ മരമണ്ടന്മാരായിട്ടുള്ള എല്ലാ പൊളിറ്റീഷ്യൻസിനോടുമായിട്ട് പറയാം, ഇതിവിടെ നടക്കുന്ന ഗെയിം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഈ സമുദ്ര സമ്പത്തിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു ധാരണയൊന്നും ഇതുവരെ ആർക്കുണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ അദാനി ഗ്രൂപ്പിനുണ്ടായിരുന്നില്ല. കരിമണൽ മാത്രം 1.5 ലക്ഷം കോടി മുതൽ 3 ലക്ഷം കോടിയുടെ കരിമണൽ മാത്രം. ഇത് ഔദ്യോഗികമായിട്ടുള്ളതല്ല. ഇനി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ വരും. ഈ കരിമണൽ ആരുടെ കയ്യിലേക്ക് പോകും? ഈ സ്വിസ്റ്റിനെ ഇപ്പം ഇത് സ്വകാര്യവൽക്കരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വിസ്റ്റിനെ ഒഴിവാക്കി എന്ന് കരുതുക. അല്ലെങ്കിൽ ഈ ടെൻഡർ, അല്ലെങ്കിൽ ഇപ്പം MOU മാത്രമാണ് സൈൻ ചെയ്തേക്കുന്നത്. ആദ്യം ആളുകൾ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ MOU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണ മാത്രമാണ്. എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ MOU ആൻഡ് എഗ്രിമെൻറ്റ്? ഗൂഗിൾ വെറുതെ ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിൽ ആർക്കും മനസ്സിലാവും MOU എന്താണെന്നും ഈ പറഞ്ഞ എഗ്രിമെൻ്റ് എന്താണെന്നും. MOU നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. എഗ്രിമെൻ്റ് ലീഗലാണ്. അതിൻ്റെ ഒരു വ്യത്യാസം ആദ്യമായിട്ട് മനസ്സിലാക്കുക. അതായത് നമ്മൾ കരാർ എഴുതും. കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആദ്യം ഒരു സ്ഥലം വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. നമുക്ക് മലയാളികൾക്ക് മനസ്സിലാകുന്ന ഭാഷ തന്നെ പറയാം. സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കരാർ എഴുതും. ആ കരാർ എഴുതാന്ന് വെച്ചാൽ 50 ലക്ഷം രൂപ ഞാൻ അഡ്വാൻസ് മേടിച്ചിരിക്കുന്നു, ബാക്കി തുക ഒരു 6 മാസത്തിനുള്ളിൽ തന്നു തീർത്ത്, എത്രയാണോ തുക, ഇപ്പോൾ 1 കോടിയുടെ സ്വത്താണെങ്കിൽ അത് ബാക്കി 50 ലക്ഷം കൂടി തന്നു തീർത്ത് ഇന്നേ ദിവസം ഞാൻ ആധാരം നടത്തിക്കോളാം എന്ന് പറയും. അത് MOU ആണ്. അതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ഥലം രജിസ്ട്രേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതിന് ലീഗൽ വാലിഡിറ്റി ഉണ്ട്. അല്ലെങ്കിൽ ഏതാനും ചില പെനാൽറ്റീസ് മാത്രം ആഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ വാങ്ങിയ ഈ പറഞ്ഞ പണം തിരികെ നൽകേണ്ടി വരും. പിന്നെ ഒരുപാട് കോടതി വ്യവഹാരത്തിലേക്കൊക്കെ പോകാൻ സാധിക്കും. ഒരു പ്രൈം ആയിട്ട് നമുക്ക് ഒരു എവിഡൻസ് ആയിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതേസമയം നമ്മൾ ആധാരം രജിസ്റ്റർ ചെയ്തു എന്ന് കരുതുക. ആധാരം രജിസ്റ്റർ ചെയ്തതിനെ നമുക്കിവിടെ എഗ്രിമെൻ്റ് ആയിട്ടും ഈ കരാർ എഴുതുന്നതിനെ നമുക്കിവിടെ MOU ആയിട്ടും കണ്ടാൽ മതി. അത് മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞാണ്. അപ്പോൾ ഇപ്പോൾ KMML ഈ പറഞ്ഞ KMML ടെൻഡറിലൂടെ തന്നെയാണ്. ആ ടെൻഡർ നടപടിക്രമങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഈ ടെൻഡർ നടപടിയിലൂടെയാണ് ഈ പറഞ്ഞ മിഡ് വെസ്റ്റിനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത് 15/4/2026 കൊടുത്തിരിക്കുന്ന ഒരു ലെറ്റർ ഉണ്ട്, സാങ്ഷൻ ലെറ്റർ ഉണ്ട്. ഇഷ്യൂയിങ് ഓഫ് ലെറ്റർ ഇൻ കണക്ഷൻ വിത്ത് ക്ലോസ് ഓഫ് 3.5 ഓഫ് ദി ടെൻഡർ. കൃത്യമായിട്ട് എൻ്റെ ടെൻഡറിൻ്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ടെൻഡർ നമ്പർ KMML MSVA MT02 ഡേറ്റഡ് 16/1/2026 എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് ആ ടെൻഡർ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ട് തന്നെയാണ് ഈ ഒരു നടപടിയിലേക്ക് പോയിട്ടുള്ളത്. ഇത് KMML സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടല്ല, കരിമണൽ ഖനനത്തിന് വേണ്ടിയിട്ട്, ആ ഒരു ടെക്നോളജിക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ മിഡ് വെസ്റ്റിനെ കൊണ്ടുവരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം എങ്കിലും മലയാളികൾ മനസ്സിലാക്കണം. ഇനി അമിതമായിട്ട് KMML അവിടെ ഖനനം നടത്തുകയാണ്. ഇപ്പൊ കടൽ ഭിത്തി ഇടിഞ്ഞു എന്ന് കരുതുക, കടൽ ഇടിഞ്ഞു എന്നിരിക്കുക, അല്ലെങ്കിൽ തീരം കുറച്ച് ഇടിഞ്ഞു തുടങ്ങി എന്നിരിക്കുക, അവിടെ പ്രകൃതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുരിതം ഉണ്ടാകുമെന്ന് കരുതുക. അപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് സംസ്ഥാന സർക്കാരിന് തീരുമാനം എടുക്കാൻ സാധിക്കും. എന്ത്? ഖനനം നിർത്തിക്കോളൂ. ഈ ട്രോളിംഗ് നിരോധനമൊക്കെ കൊണ്ടുവരും നമ്മൾ കണ്ടിട്ടില്ലേ? എന്ന് പറഞ്ഞ പോലെ തന്നെ ഖനനം നിർത്തിക്കോളൂ എന്ന് പറയാനായിട്ട് ആർക്ക് സാധിക്കും? സംസ്ഥാന സർക്കാരിന് സാധിക്കും. അത് കാരണം എന്തുകൊണ്ടാണ്? KMML ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. അതേസമയം ഇത് മൊത്തമായിട്ട് ഈ കരിമണൽ വാരുന്നതിൻ്റെ ഒരു സ്വകാര്യവൽക്കരണം നടത്തി ഇത് അദാനി അതിൻ്റെ കുത്തക ഏറ്റെടുത്തു എന്ന് കരുതുക. അപ്പോൾ എന്താ സംഭവിക്കുക? കടൽ ഇടിഞ്ഞാലും, അവിടെയുള്ള മനുഷ്യൻ മരിച്ചാലും, അവിടെയുള്ള മുഴുവൻ മത്സ്യസമ്പത്ത് നശിച്ചാലും അദാനി എന്ത് ചെയ്യും?
സംസ്ഥാന സർക്കാർ നിരോധിച്ചാലും അദാനി നേരെ അവിടെ പോകും ആ എഗ്രിമെന്റ് വെച്ചിട്ട്. കാരണം ഇത്ര ടൺ വാരാമെന്നായിരിക്കും അതിനകത്തൊരു കരാറിൽ ഉണ്ടാവുക. അത്രയും ടൺ കരിമണൽ വാരാൻ വേണ്ടിയിട്ട് തന്നെ ഉള്ള തീരുമാനവുമായിട്ട് മുമ്പോട്ട് പോകും. അങ്ങനെ വരുമ്പോഴത്തേക്ക് കേരള സർക്കാർ ഇനി വാരാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ അവർ ഹൈക്കോടതി പോകും. ഹൈക്കോടതി കഴിഞ്ഞാൽ അവർ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു വിധി വാങ്ങിച്ചുകൊണ്ട് വരും. ഇവിടുത്തെ മനുഷ്യൻ്റെ ജീവന വിലയുണ്ടാവില്ല, ഇവിടുത്തെ സർക്കാരിൻ്റെ നിയന്ത്രണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിലെ മനുഷ്യർ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡ് വെസ്റ്റ് വരുന്നത് ഒരിക്കലും ഇവിടെ ഒരു സ്വകാര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അതായത് KMML സ്വകാര്യവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതല്ല. അവരുടെ ഒരു ടെക്നോളജി പാർട്ട്ണർ മാത്രമാണ് മിഡ് വെസ്റ്റ് എന്ന് പറയുന്നത്. മിഡ് വെസ്റ്റിനെ നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. അതാണ് VD സതീശൻ പറയുന്ന ഈ സ്വകാര്യവൽക്കരണത്തിലൂടെ എന്ന് അദ്ദേഹം ഒരു മണ്ടത്തരം പറഞ്ഞല്ലോ. അത് ഈ സ്വകാര്യവൽക്കരണം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. സ്വകാര്യ നിക്ഷേപങ്ങളും സ്വകാര്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് അദ്ദേഹം പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അത് അദ്ദേഹം പഠിച്ചിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നു. അതുപോലെ ഇത് വിശദീകരിക്കുന്നതിലും അദ്ദേഹത്തിന് ചെറിയ പ്രശ്നം. അത് വിശദീകരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം ഹീസ് നോട്ട് എ ലിസണർ. അദ്ദേഹം ഒരിക്കലും ഒരു ലിസണർ അല്ല. അദ്ദേഹം എപ്പോഴും ഒരു സ്പീക്കറാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് തന്നെ ഉള്ളൊരു പരാതിയാണ്, അവരെന്തെങ്കിലും ഒരു പ്രപ്പോസലുമായിട്ട് ചെല്ലുകയാണ്. ഇപ്പോൾ ആറ്റോമിക് എനർജിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുകയാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് എവിടെന്നെങ്കിലും ഒക്കെ കിട്ടിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്ത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ പറഞ്ഞൊരു പ്രൊജക്റ്റ് അത് കംപ്ലീറ്റ് ആയിട്ടിരുന്ന് കേട്ടാൽ മാത്രമല്ല അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പുള്ളി എന്ത് കാണിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു 10% കഴിയുമ്പോഴത്തേക്ക് പറയും അതിതല്ലേ എന്ന് പറയും. അപ്പോൾ എസ് സാർ എന്ന് പറയും. അപ്പോൾ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് പിന്നെ ആ ഫ്ലോ അങ്ങോട്ട് നഷ്ടപ്പെടും. ബിജു മേനോൻ മറ്റേ നമ്മളുടെ വെള്ളിമുഖയ്ക്കകത്ത് പറയുന്നില്ലേ കഞ്ഞി കുടിക്കുന്നതിൻ്റെ ആ ഫ്ലോ അങ്ങോട്ട് പോയി എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ വരി VD സതീശൻ മുഖ്യമന്ത്രിയുടെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്ക് ആ ഫ്ലോ അങ്ങോട്ട് പോകും. പിന്നെ അയാൾ വിചാരിക്കും ഞാനിത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിരാശയിൽ നിൽക്കുന്ന മന്ത്രിമാർ അങ്ങയുടെ മന്ത്രിസഭയിൽ തന്നെയുണ്ട്. അത് മനസ്സിലാക്കണം. അതുകൂടാണ്ട് നമ്മൾ വേറൊരു കാര്യം പരിശോധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കമ്പനി, ഈ മിഡ് വെസ്റ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ 70% ഷെയറും അവർ തന്നെയാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4464 കോടി രൂപ മാത്രമുള്ള കമ്പനിയാണ്. അവരിവിടെ വന്നിട്ട് ഈ 2025 ഇവർ IPL ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ കമ്പനി നമ്മൾ അവിശ്വസിക്കേണ്ട കാര്യമില്ല. തെലങ്കാനയിൽ നിന്ന് വരുന്ന ഒരു കമ്പനിയാണ് എന്ന് കരുതിയിട്ട് ഇവരെ നമ്മൾ അവിശ്വസിച്ച് മുൻപോട്ട് പോകേണ്ട യാതൊരു കാര്യമില്ല. ഇതിനകത്തിപ്പോൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഇതിനകത്ത് അപകടകാരികളായിട്ടുള്ള ഈ വലിയ ഡയറക്ടേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. നമ്മളെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് രാം സോം എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ചെയർമാൻ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. കല്ലറെഡ്ഡി രാമചന്ദ്ര അതിൻ്റെ ഹോൾ ടൈം റൈറ്റ് ഡയറക്ടർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അപ്പോൾ ഈ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടറാണ്. അപ്പോൾ ഇൻഡിപെൻഡന്റ് ഡയറക്ടറുടെ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദീകരിക്കണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. പിന്നെ സൗമ്യ കുക്രേത്തി, ഉമ്മ പ്രിയദർശിനി കൊല്ലാറെഡ്ഡി, ദുവ പവൻകുമാർ, സ്മിത അമോൽ ലഹോട്ടി, K രാഘവ റെഡ്ഡി, K അച്യുതാനന്ദ റെഡ്ഡി, ദിലീപ് ചലാസനി, അദ്ദേഹമാണ് ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. പിന്നെ കമ്പനി സെക്രട്ടറിയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഈ K അച്യുതാനന്ദ റെഡ്ഡി. K രാഘവ റെഡ്ഡിയാണ് ഇതിൻ്റെ ഫൗണ്ടർ പ്രസിഡന്റ്. ഇനിയിപ്പം രേവന്ത് റെഡ്ഡിയുടെ ബന്ധുക്കാരാണെന്നും പറഞ്ഞുകൊണ്ട് CPMകാർ ഇറങ്ങരുത്. രേവന്ത് റെഡ്ഡി ആയിട്ടൊന്നും ഇതിൽ പറഞ്ഞ ഒരു ഡയറക്ടർമാർക്കും ഒരു ബന്ധവുമില്ല. ഇത് സ്വാഭാവികമായിട്ടുള്ള നടപടിക്രമങ്ങളിലൂടെ നടന്നിരിക്കുന്ന ഒരു ടെക്നോളജി ഹയർ ചെയ്തിരിക്കുന്നതാണ്. ഇതൊരിക്കലും സ്വകാര്യവൽക്കരണമല്ല. ഇനി ഈ സ്വിസ്റ്റ് കമ്പനിക്ക് മേൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഈ ടെൻഡർ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ഇത് പൊതു ലേലത്തിൽ വരും. അപ്പോൾ ലാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുടെ പേരാണ് അദാനി എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വിസ്റ്റിനെ തള്ളി അദാനിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ തയ്യാറാവരുത്. സ്വകാര്യവൽക്കരണവും സ്വകാര്യ നിക്ഷേപവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. KMMLനെ പൊതുമേഖല ആയിട്ട് തന്നെ നിലനിർത്തേണ്ടതുണ്ട്. പക്ഷേ ഈ KMMLലേക്ക് സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതുകൊണ്ടും പ്രശ്നമൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അതതിൻ്റെ ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാരിന് സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സ്വകാര്യ നിക്ഷേപം സ്വീകരിക്കുന്നതാണ് പ്രശ്നമുള്ളത്. അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല. അപ്പോൾ ഈ സ്വകാര്യ നിക്ഷേപവും സ്വകാര്യവൽക്കരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് മലയാളികൾക്കും പാർട്ടി പ്രവർത്തകർക്കും ഒക്കെ ഇടയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കുക. സ്വിസ്റ്റിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ലാൻഡ് ചെയ്യുക അദാനി ആയിരിക്കും എന്നുള്ള കാര്യം കേരളത്തിലെ CPMകാരും കോൺഗ്രസ്സുകാരും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗുകാരും ഒക്കെ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ ആദ്യഘട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൂ.